നമസ്കാരം. ബോഡി ഷേമിംഗ് നടത്തരുതെന്ന കർശന നിർദ്ദേശത്തോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടും ജയിലിൽ നിന്നിറങ്ങാതെ ബോബി ചെമ്മണ്ണൂർ ഷോ കാണിക്കുന്നതിന് പിന്നിൽ മറ്റ് ചില ലക്ഷ്യങ്ങൾ. ലൈംഗിക അധിക്ഷേപ കേസിൽ ജാമ്യം കിട്ടിയിറങ്ങുന്ന ബോച്ചയുടെ പ്രതികരണം ഏറ്റുവാങ്ങാൻ മാധ്യമപ്പട എത്തിയിട്ടുണ്ടെന്ന് ബോബി ചെമ്മണ്ണൂറിന് ഉറപ്പായിരുന്നു. എന്നാൽ ടെലിവിഷൻ ചാനലുകളിൽ മകരവിളക്ക് ലൈവ് പോകുന്നത് കൊണ്ട് വേണ്ടത്ര പ്രാധാന്യം തന്റെ പുറത്തിറങ്ങൽ ഷോയ്ക്ക് കിട്ടില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ കണക്കൂട്ടി. 6 ദിവസമായി കാക്കനാട് ജയിലിൽ കഴിയുന്ന ബോബിയെ സ്വീകരിക്കാനായി ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ജയിലിന് പുറത്ത് കാത്തുനിന്നിരുന്നു. ഇതിനു പുറമെ സ്ത്രീകൾ ഉൾപ്പെടുന്ന മറ്റൊരു കൂട്ടം ആളുകളും പ്ലക്കാർഡുകളുമേന്തി ജയിലിന് പുറത്തുണ്ടായിരുന്നു. ഇതിനിടയിലാണ് നാടകീയമായ സംഭവ വികാസങ്ങൾ. തന്റെ വാക്കുകൾ ലൈവായി ചാനലുകളിൽ വരാൻ സാധ്യതയില്ലെന്ന് കണക്കൂട്ടിയ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ വാസം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഇന്ന് ജാമ്യം നടപ്പാക്കേണ്ടെന്ന് ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകരെ അറിയിച്ചു. അഭിഭാഷകരില്ലാതെയും ബോണ്ട് തുക കെട്ടിവെക്കാനും പറ്റാത്ത തടവുകാർ നിരവധി പേർ ജയിലിൽ തുടരുന്നുണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നു. നാളെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മറ്റു കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരിൽ ജാമ്യം ലഭിച്ചിട്ടും സാങ്കേതിക കാരണങ്ങളാൽ പുറത്തിറങ്ങാൻ കഴിയാതെ ജയിലിനുള്ളിൽ കഴിയുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനാകാൻ തയ്യാറാക്കാത്തത് എന്നാണ് ഔദ്യോഗികമായി ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. അവർക്കും ജയിൽ മോചിതരാകാൻ സാധിച്ചാലേ താനും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നു. ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ചുള്ള ജാമ്യ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ജയിലിനുള്ളിലെ ബുക്കിലെ ഒപ്പിടാൻ ബോബി വിസമ്മതിച്ചു. ജയിലിൽ കിടന്നതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ബോബി പുറത്തിറങ്ങിയാൽ വലിയ ആഘോഷമാക്കാനായിരുന്നു തയ്യാറെടുപ്പുകൾ. ഇതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ശ്രമം തുടങ്ങിയിരുന്നു. ജയിൽ ജീവിതം ബോബിയെ ഇരട്ടക്കരുത്തനാക്കി എന്നതാണ് അദ്ദേഹത്തിൻ്റെ PR വിദഗ്ധർ തയ്യാറാക്കിയ പുതിയ മുദ്രാവാക്യം. അതനുസരിച്ചുള്ള സ്വീകരണവും റോഡ് ഷോയും അടക്കം തയ്യാറാക്കിയിരുന്നു. ബോബിയുടെ മടങ്ങിവരവ് ആഘോഷമാക്കാൻ വേണ്ടി ജീവനക്കാരും കമ്പനിയുമായി ബന്ധപ്പെട്ടവരും ആരാധകരും അടക്കം എല്ലാവരും ബോബിയെ പുറത്തിറങ്ങിയാൽ സ്വീകരണം ഒരുക്കാനെത്തിയിരുന്നു. വൻ റോഡ് ഷോ തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത്. ഫിജിക്കാട്ട് ജീവനക്കാർ അടക്കം വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാൽ അത് വലിയ ആഘോഷമായി മാറുമെന്ന് ഉറപ്പായിരുന്നു. ജീവനക്കാർ പലരും എറണാകുളത്തെത്തി. ബോബിയുടെ ഫാൻസുകാരോടും തയ്യാറായിരിക്കാനായിരുന്നു നിർദ്ദേശം. ജയിൽ ജീവിതത്തോട് ബോബി നന്നായി പൊരുത്തപ്പെട്ടിരുന്നു. ജയിൽ ഭക്ഷണങ്ങളും ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. ജയിലിൽ ചോറും ചപ്പാത്തിയും കടലക്കറിയും ഒക്കെ തന്നെയാണ് ഭക്ഷണം. ശനിയാഴ്ച ഉച്ചയ്ക്ക് മട്ടനും ചോറുമാണ് ജയിലിൽ മെനുവിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മട്ടൻ കറിയും കഴിക്കാൻ സാധിച്ചു. ചൊവ്വയും ബുധനും മീൻ കറിയും കിട്ടും. ഇന്ന് അതുകൊണ്ട് തന്നെ മീൻ കറി കൂട്ടി ഭക്ഷണം കഴിക്കാനുള്ള അവസരവും കിട്ടി. അതേസമയം സമാനമായ കേസുകളിൽ ഉൾപ്പെടരുതെന്നും ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ഇടപെടാമെന്നും ബോബി ചെമ്മണ്ണൂറിന്റെ ജാമ്യ വ്യവസ്ഥയിൽ ഹൈക്കോടതി പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകണമെന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും ജാമ്യ ഉത്തരവിൽ പറയുന്നു. 50,000 രൂപയുടെ ബോണ്ടും 2 പേരുടെ ജാമ്യവുമാണ് വ്യവസ്ഥ. ബോഡി ഷേമിംഗ് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. വ്യവസ്ഥകൾ നിർബന്ധമായും പാലിക്കണമെന്നും അല്ലാത്തപക്ഷം ജാമ്യം റദ്ദു ചെയ്യുമെന്നും ഉത്തരവിൽ പറയുന്നു. ബോഡി ഷേമിംഗ് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. മറ്റൊരാളുടെ ശരീരത്തെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നത് ശരിയല്ല. ഇത്തരം പരാമർശങ്ങൾ പൊതുസമൂഹത്തിൽ ഒഴിവാക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഒരാളുടെ ശരീരത്തെക്കുറിച്ച് തടിച്ചത്, മെലിഞ്ഞത്, പൊക്കം കുറഞ്ഞത്, പൊക്കം കൂടിയത്, വളരെ ഇരുണ്ടത്, വളരെ കറുത്തത് തുടങ്ങിയ പരാമർശങ്ങൾ ഒഴിവാക്കണം. ഇത് ജീവിതമാണ്. നമ്മുടെ ശരീരങ്ങൾ മാറും, മനസ്സും ഹൃദയവും മാറും. പുരുഷന്മാരായാലും സ്ത്രീകളായാലും മറ്റുള്ളവരെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ജാഗ്രത വേണം. കുന്തിദേവി പരാമർശം ദ്വയാർത്ഥമെന്ന് വിലയിരുത്തിയ കോടതി ജാമ്യാപേക്ഷയിലെ സ്ത്രീ വിരുദ്ധതയും രൂക്ഷമായി വിമർശിച്ചു. തുടക്കം മുതൽ ഒടുക്കം വരെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് ബോബി ചെമ്മണ്ണൂറിന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ജാമ്യം അനുവദിച്ചത്. ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും കുന്തിദേവി എന്നത് ദ്വയാർത്ഥ പ്രയോഗമല്ലെന്നുമായിരുന്നു ബോബിയുടെ വാദം. എന്നാൽ ദ്വയാർത്ഥമില്ല എന്ന് പറയാൻ പറ്റില്ലെന്ന് കോടതി വ്യക്തമാക്കി.